തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. പാർവതി, ഇയാൾ എങ്ങോട്ടാ പോയത്? അത് ഞാൻ ഇയാളുടെ റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. ഇയാൾ ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട്. വരൂ. ഈ റിപ്പോർട്ടോ? ഈ റിപ്പോർട്ട് തന്നെ മാഡം. ഡോക്ടർ, ഈ കുട്ടിയാണ് പാർവതി. ഇരിക്കും. വേണ്ട ഡോക്ടർ, എനിക്കിരിക്കണ്ട. എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങള് കുട്ടിയോട് ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. ഇതിനു മുൻപ് മറ്റെവിടെയെങ്കിലും ടെസ്റ്റ് എടുത്തിരുന്നോ? ഞാനായിട്ട് ടെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല ഡോക്ടർ. തല കറങ്ങി വീണപ്പോ എന്റെ ചേട്ടൻ ഒരു ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ എന്നോട് ടെസ്റ്റ് എടുക്കാനും പറഞ്ഞു. ടെസ്റ്റിന്റെ റിസൾട്ട് വന്നപ്പോ ആ ഡോക്ടർ വായി തോന്നിയ പോലെ കുറെ വൃത്തികേടുകൾ പറഞ്ഞു. അത് കേട്ടതും ഞാൻ ആകെ തകർന്നു പോയി ഡോക്ടർ. മരിച്ചുപോയാൽ മതിയെന്ന് എനിക്ക് തോന്നി. ഞാനൊരു നാട്ടുമ്പുറത്തുകാരിയാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. ആ ആശുപത്രിയിലുള്ളവര് പറഞ്ഞതെല്ലാം നുണയാന്ന് തെളിയിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ ടെസ്റ്റ് എടുത്തത്. എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുന്ന കേൾക്കാൻ വേണ്ടിയാ ഞാൻ കാത്തു നിൽക്കുന്നത്. പറയൂ ഡോക്ടർ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയൂ. കുട്ടി പൂരിപ്പിച്ച ഫോമായത്. ഇതില് പാർവതിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാ എഴുതിയിരിക്കുന്നത്. കുട്ടി ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഞാൻ ഡോക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവും ഡോക്ടർ ചോദിക്കുന്ന ചോദ്യം തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. ബന്ധമുണ്ട് മോളെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. നിങ്ങളുടെ ജീവിതത്തില് അങ്ങനൊരു പയ്യനുണ്ടോ? അയാളുമായിട്ട് കൂടുതൽ അടുത്തിട്ടുണ്ടോ? ഡോക്ടർ എന്റെ അർത്ഥത്തിലാണ് എന്നോടിത് ചോദിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഡോക്ടറുടെ കണ്ണുകളിൽ എന്നോടുള്ള സഹതാപം എനിക്ക് കാണാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ പരിശുദ്ധയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ അച്ഛനമ്മയും എന്നെ അങ്ങനെയല്ല വളർത്തിയത്. ഡോക്ടർക്ക് ആ കാര്യത്തില് ഒരു സംശയം വേണ്ട. ദയവ് ചെയ്ത് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയൂ ഡോക്ടർ. എന്റെ മനസ്സ് പോലെ തന്നെ എന്റെ ശരീരവും പരിശുദ്ധാന്ന് പറയേ. എനിക്കൊരു കളങ്കവും ഏറ്റിട്ടില്ലെന്ന് പറയേ. ഞാൻ തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാൻ ഇതല്ലാതെ എന്റെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഡോക്ടർ, ഇപ്പൊ എനിക്ക് ദൈവത്തെ പോലെ എന്നെ കൈവിടരുത്. പാർവതി ആഗ്രഹിക്കുന്നത് പോലെ പറയണമെന്ന് എനിക്കുമുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് അതിന് സമ്മതിക്കുന്നില്ല. ഈ റിപ്പോർട്ട് പ്രകാരം നീ പ്രഗ്നന്റ് ആണ്. നീ ഗർഭിണിയാണെന്നുള്ളത് സത്യമോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ പറയരുത്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഗർഭിണിയല്ല. ഞാൻ ഗർഭിണിയല്ല. മോളെ, ഞാൻ പറയുന്നത് നുണയാണെന്ന് നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. നേരത്തെ നിന്നോട് സംസാരിച്ച ഡോക്ടർ പറഞ്ഞതും നുണയാണെന്ന് നിനക്ക് കരുതാം. പക്ഷെ 2 തവണ ടെസ്റ്റ് നടത്തിയപ്പോഴും വന്ന റിപ്പോർട്ട് തെറ്റാവോ? ഈ റിപ്പോർട്ടില് നീ 6 ആഴ്ച പ്രഗ്നന്റ് ആണെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. എന്താ കുട്ടി കാണിക്കുന്നേ? എനിക്ക് മോളെ, നീ ഇങ്ങനെ കരയില്ലേ? കരഞ്ഞതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. ഒന്ന് ശാന്തമായിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാന്നാ നമ്മൾ ചിന്തിക്കേണ്ട. ഇങ്ങനൊരു ശിക്ഷ അറിയിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എന്റെ ജീവിതം നശിച്ചല്ലോ. കരയില്ലേ പാർവതി? നീ എവിടുന്നാ വരുന്നേ? നിന്റെ കൂടെ ആരാ വന്നത്? ഡോക്ടർ, ഈ കുട്ടി ഒറ്റയ്ക്കാ വന്നത്. ഇങ്ങനൊരു ആവശ്യത്തിന് ആശുപത്രിയിലേക്ക് വരുമ്പോ ആരെങ്കിലും കൂടെ കൂട്ടണ്ടേ മോളെ? സാരമില്ല, പരിചയക്കാരുടെ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ തരൂ, ഞങ്ങൾ അവരെ വിളിച്ചു വരുത്താം. വേണ്ട വേണ്ട, ആരെ വിളിക്കണ്ട ഡോക്ടർ, ആരെ മോളെ, വിളിക്കണ്ട.
ഇങ്ങനൊരു അവസ്ഥയിലായെന്ന് കരുതി നിന്റെ ജീവിതമൊന്നും അവസാനിക്കുന്നില്ല. ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. പക്ഷേ അതിനാദ്യം നീ ഗർഭിണിയാണെന്ന് നീ വിശ്വസിക്കണം. ഇത് നിനക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമല്ല. നിന്റെ അച്ഛനും അമ്മയും എവിടെയാ? അവരെ ഈ വിവരം അറിയിക്കണം. നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ നമ്പർ തന്നാ മതി. അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഞാൻ അവരോട് സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോളാം. അവരെ അറിയിക്കാതെ എങ്ങനെയാ ശരിയാവുക? കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ നിനക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാണെങ്കിലും ഈ സത്യം അവരറിയേണ്ടി വരും. വല്ലവരും പറഞ്ഞ് അവരത് അറിയുന്നതിനേക്കാൾ നല്ലത് നീയായിട്ട് പറയുന്നതല്ലേ? വേണ്ട, അവരറിഞ്ഞ ആത്മഹത്യ ചെയ്യും. എന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങും. അതൊന്നും സംഭവിക്കരുത്. എന്റെ ജീവിതം നശിച്ചു. അവർക്കൊന്നും സംഭവിക്കരുത്. അവര് ജീവിക്കണം. അവരൊന്നും അറിയരുത്. അവരൊന്നും അറിയരുത്. അവരൊന്നും അറിയരുത്. പാർവതി, പാർവതി, പാർവതി. അവരൊന്നും അറിയരുത്. ഡോക്ടർ, ഈ കുട്ടി വല്ല കടുങ്ങയും ചെയ്യുവോ? ഈശ്വര, ആ കുട്ടിക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. ഈ റിപ്പോർട്ട് ആ കുട്ടിക്ക് കൊടുത്തേക്ക്. ശരി ഡോക്ടർ. പാർവതി, പാർവതി, പേഴ്സ് റിപ്പോർട്ടൊക്കെ മറന്നു വെച്ചല്ലോ. ഞാൻ റിപ്പോർട്ടൊക്കെ ഇതിനകത്ത് വെച്ചേക്കാം. പിടിച്ചോ. മോഹം മണ്ണിലുറങ്ങി വാക്കും മൗനമായി നിഴലും മായയായി ഉയിരും അന്യമായി നെഞ്ചിൽ തേങ്ങലായി നീ എൻ ജീവനായി മഴയായി പൊഴിയുമീ രാത്രിയും മറയുമോ ഉണങ്ങാത്ത മുറിവിൻ ശാപമോ തീരാത്ത ദുഃഖത്തിൻ വിധിയോ അലയും കാറ്റായി ദിശ മാറി ഞാൻ ശ്വാസം പോലും ഭാരമായി. ഈ റിപ്പോർട്ടില് നീ 6 ആഴ്ച പ്രഗ്നന്റ് ആണെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. നീ ഗർഭിണിയാണെന്ന് നീ വിശ്വസിക്കണം. ഇത് നിനക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമല്ല. ഏതോ ഇത് ഏതോ വരും പാവം